കേരളത്തിൽ ഇതുപോലെ വൃത്തികെട്ട ഒരു മുഖ്യമന്ത്രി ഇയാൾ മാത്രമേ കടിക്കണ പട്ടിയുണ്ടല്ലോ കൂട്ടിയിട്ടാണ് പട്ടി വരെ ഇതിലുണ്ടത്. ഈ പിണ്ടായിക്ക് കൂട്ടുവയ്ക്കാൻ ചൂട്ട് പിടിക്കാത്ത ഐതിയല്ല അതിൻ്റെ അപ്പുറമുള്ളവർക്ക് ഉമ്മൻചാണ്ടിനെ കല്ലെറിഞ്ഞ് ചോര വന്നിട്ട് പോലെ അവർ തുടരുന്നു. കേരളത്തിൽ ഇതുപോലെ വൃത്തികെട്ട ഒരു മുഖ്യമന്ത്രി ഇയാൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഈ 88 വയസ്സിൽ ഈ മനുഷ്യനെ അല്ലാതെ ഒരു കടിക്കണ പട്ടിയുണ്ടല്ലോ കൂട്ടിയിട്ടാണ് പട്ടി വരെ ഇതിലുണ്ടത്. പട്ടി എന്ന് പറഞ്ഞാൽ ആ പട്ടി പോണ വഴിക്കുള്ളവരെ വരിക്കുള്ളൂ. ഇത് നിരത്തി പിടിച്ച അതെല്ലാ വണ്ടി കൊണ്ട് പോയിട്ട് ലോകമ്പാട് കറങ്ങി അടിച്ച് പട്ടി കടിക്കുമല്ലായിരുന്നു അല്ലേ? ഞാൻ ചോദിക്കണം, യൂത്ത് കോൺഗ്രസ് BJP അതെല്ലാ പാർട്ടിയും ഉണ്ടല്ലോ. ഇയാൾക്ക് തന്നെ ഭരിക്കണമെങ്കിൽ ഇത് കാരണന്മാരുണ്ടാക്കിയ ഭൂമിയായിരിക്കണം അല്ലേ? ഇതെല്ലാ പാർട്ടിക്കും അവകാശമുണ്ട്. BJPക്കും എല്ലാ പാർട്ടിക്കും എല്ലാവർക്കും രാഷ്ട്രീയം ഉണ്ടാകാൻ ഭരിക്കുക. ആ പിണറായി പോലെ തന്നെ അവർ അതിനെ ഇല്ലായ്മയാക്കാൻ പിണറായിക്ക് അവകാശമുള്ള കാര്യമല്ല അല്ലേ? യൂത്ത് കോൺഗ്രസ് ആ പിള്ളേരെ അത് സമരം ചെയ്തു. ഇവർ സമരം ചെയ്തിട്ടില്ലേ? ഇവരെന്തെല്ലാം കടകൾ അടിച്ചു പൊട്ടിയിട്ടുണ്ട്. ഇവർ മറ്റൊരു മര്യാദയ്ക്ക് പോവില്ലേ? അതുപോലെ തന്നെ പിണറായിയുടെ വിനോദയാത്രയ്ക്ക് ഇതല്ല. അതുകൂടാതെ ഇയാൾ പോയപ്പോൾ ഒരു കൊച്ചു കുഞ്ഞെ കൊണ്ട് ആശുപത്രി വന്ന അയാളുടെ വണ്ടി കാട്ടി കയറ്റി ആ മെഡിക്കൽ സ്റ്റോറുകാരൻ്റെ പേര് കേസെടുക്കുകയൊക്കെ ചെയ്തില്ല പോലീസ് അല്ലേ? ആ സമയത്ത് വേറെ ഒരു പാർട്ടിയുടെ വേറെ ഒരു മന്ത്രിയാണെങ്കിൽ ഈ പോലീസ് ഈ വൃത്തികേട് കാണിക്കുമോ? അപ്പോൾ പോലീസിനെ അങ്ങനെ അഴിച്ചു വിട്ടുക കാട്ടിലെ ആനയെ പോലെ. ഇവിടെ ഒരു ചക്ക കൊമ്പനുണ്ട്. ഏതാ ഇവിടെ ശാന്തന്മാരെ ഇറങ്ങി വരുന്ന മാട്ടുപ്പെട്ടിയൊക്കെ ആ ചക്കക്കൊമ്പനിൽ ഏൽപ്പിക്കാവുന്ന പോലീസാണ്. കാരണം പോലീസിനെ ചൂണ്ടിക്കാറ്റാൽ മതി, പോലീസ് അവിടെ എല്ലാം കഴിച്ചു മതി. അല്ല അങ്ങനെയല്ല ചെയ്യണേ. അല്ല പോലീസ് ഏതെങ്കിലും ഒരു പോലീസ് മര്യാദയുള്ള പോലീസ് മര്യാദയ്ക്ക് പോയി കഴിഞ്ഞാൽ മര്യാദയ്ക്ക് പോയവരാ 412 പോലീസുകാരാണ് അവർ ആത്മഹത്യ എന്നും പറഞ്ഞ് കൊന്നേക്കണത്. 400 ഇവരുടെ കണക്കിന് 337 450ഓളം ഉണ്ട് കേരളത്തിൽ കൊന്നേക്കണത്. കൂട്ടിക്കാൻ അതെന്ന് പറഞ്ഞാൽ കൂട്ടിക്കാന്ന് പറഞ്ഞാൽ ഇവർ ചെയ്യുന്നതിനെല്ലാം വൃത്തിയായിട്ട് കൂട്ടി അവർ കൊന്നിട്ടുമുണ്ട്. ഒരു മന്നാനെ കൊന്നില്ലേ ഒരു പോലീസുകാരൻ ആ ട്രെയിനിൻ്റെ അവിടെ കൊണ്ടിട്ടേ ഒരു ആദിവാസി അതിനെ ഇവർ കൊന്നല്ലേ. അപ്പോൾ കൊന്നത് ആത്മഹത്യ എല്ലാം ഇവരുടെ. പിന്നെ IG അല്ലല്ലോ നേരത്തെ ഒരു അത് തന്നെ IG തോമസ് പുറത്ത് അടിച്ചെന്ന് പറഞ്ഞ് കളഞ്ഞില്ലേ? ഇവരുടെ പാർട്ടിക്ക് ചൂട്ട് പിടിക്കാനട്ടാ. ഈ പിണ്ടായിക്ക് കൂട്ടുവയ്ക്കാൻ ചൂട്ട് പിടിക്കാത്ത ഐതിയല്ല അതിൻ്റെ അപ്പുറമുള്ളവരെ കളയും. അങ്ങനെയാണ് നോക്കിയാൽ മതി. ഇപ്പം ഇവർ ഈ തൊപ്പി ഊരാതെ ഇപ്പം ഈ പോലീസിനെ ആ സ്വർണം കടത്തി സൂക്ഷിച്ചവനുണ്ടല്ലോ IG അയാളെ കളഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കെട്ടുപൊട്ടും. അവൻ പുറത്ത് വിടും. ഇവരുടെ വാർപ്പ് എവിടെയെല്ലാം പോയി അവിടെയെല്ലാം വിറ്റും പോലീസ് കളിക്കും. അതുകൊണ്ട് അയാളെ ജോലിയും കളയില്ല. കടന്ന് ഉഷ്ണിക്കണുണ്ടോ? ബേസെറുക്കുക ഇയാളുടെ കാര്യം പറയുമ്പോൾ. ഇയാളെ എങ്ങനെ കളഞ്ഞു കഴിഞ്ഞാൽ ഈ വാർപ്പ് പോയതും ആ കൃഷ്ണൻ്റെ അടുത്ത് കൊണ്ട് ഉരുക്കിയതും ആ പാത്രങ്ങളെല്ലാം കാണിക്കെല്ലാം പറയും. ഈ IG പുറത്ത് വിടും. ഈ പിണറായി എത്രമാത്രം കൊലപാതകം നടത്തിയിട്ടുണ്ടോ? അല്ലേ നമുക്ക് പറഞ്ഞ എണ്ണം തീരെയല്ല. ഇയാൾ വേണമെന്ന് ഈ ഇവരെ വിട്ടാൻ വന്നില്ല. ഇവിടെ പിള്ളേരെ കൊല്ലവര് ഇവിടെ ആകാശോ ഇവനെ കൊന്നില്ല. മൂന്ന് പിന്നെ രാജന്മാരുണ്ട്. അതിലൊരു രാജനാണ് കൊലക്കേസ് നടത്തിയത്. രാജൻ കൂടാതെ 2 പേരും കൂടെ ഇല്ല. അതാണ് നിന്റെ ഉമ്മൻചാണ്ടിയുടെ പോലീസ് എന്നാടാ കാട്ടണേന്ന് മൂക്കിൽ പഞ്ഞും വെച്ചോണ്ട് നടന്നു ഒരുത്തെ. ഇപ്പം വലിയ പുള്ളിയായിട്ട് നടപ്പുണ്ട്. കുറേ നാൾ മൂക്കി പഞ്ഞും വെച്ച് കള്ളത്തരാന്നും പറഞ്ഞ് അത് സുഖമില്ലാന്ന് പറഞ്ഞ് എപ്പോഴും ഡോക്ടർ പരിശോധിക്കൊണ്ടതാണ്. ആ കൊച്ചിനെ കൊന്നെ കൊല്ലിച്ചവൻ രാജൻ. അവൻ്റെ പേരെന്നാ രാജനാ? വേറെ ഒരു പേരുണ്ടേ എന്നാ രാജനല്ലോ, വേറെ 2 പേരുണ്ടല്ലോ. തലശ്ശേരിക്കാർ. അവർ 2 പേര് ആ കൊച്ചിനെ കൊല്ലിച്ചായി. അവൻ നല്ലവനാണോ? അവനെ അത് തന്നെ. അവനെ കോട്ട് ചെയ്ത് മനുഷ്യരും ദൈവത്തോട് സ്നേഹമുള്ള അവനെ കോട്ട് കൊടുക്കില്ല. അവനെ തല്ലിക്കൊന്ന് പട്ടിക്കിട്ട് കൊടുക്കണ്ട. സുമുഖത്തിന് കാഴ്ചബംഗ്ലാവിൽ കാണാൻ കൊണ്ടാണ് എടുത്തിട്ടാൻ കൂടണം. അങ്ങനെ ഇങ്ങനെയുള്ളവനെ അങ്ങനെ കളയണം. അല്ലാതെ വേറെ ഇവൻ്റെയൊക്കെ വർത്താനം കേൾക്കണ്ട. ഇപ്പം ഈ വോട്ടിൻ്റെ അടുത്ത് അവിടെ കയറി ചർച്ച പറയണമല്ലേ? അവൻ പറയുമ്പോൾ ഞാൻ നിർത്തും. ഉമ്മൻചാണ്ടിനെ കല്ലെറിഞ്ഞ് ചോര വന്നിട്ട് പോലെ അവർ തുടരുന്നു. ഉമ്മൻചാണ്ടി ഇവിടെയൊക്കെ ഉരുൾപൊട്ടി വന്നിട്ടുണ്ട്. ഉമ്മൻചാണ്ടി കൊണ്ട് ചെയ്യിക്കില്ലായിരുന്നു. അങ്ങനെയുണ്ടായിരുന്നു. കുറേ നേതാക്കന്മാർ പുറകിലുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ഒതുക്കി അടിച്ചു മാറ്റിയ നേതാക്കന്മാരുണ്ട്. അതൊക്കെ നമുക്കറിയാം. ഞാൻ പുറത്ത് വിടുന്നില്ല. അപ്പം അതെല്ലാം പറ്റിയല്ലാത്തോണ്ടാണ് അടിച്ചു മാറ്റിയവരുണ്ട്. ഉമ്മൻചാണ്ടിയെ പോലെ ഒരു നേതാവ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല. കരുണാകരൻ്റെ കാര്യം പൊക്കാലത്തണ്ട
ഞാൻ ഇപ്പം പത്മ അങ്ങോട്ട് പോയല്ലോ, മുരളിയുടെ പെങ്ങള്. അപ്പം പത്മയുടെ കുറ്റം മുരളി പറഞ്ഞതെന്നാണോ? ഞാൻ ചോദിക്കണ, കമ്മ്യൂണിസ്റ്റുകാർക്ക് കരുണാകരനെ കാണാൻ പാടില്ലാത്തവന് പത്മയെ പറ്റി ഇത്ര ദുഃഖം ഉണ്ടായി എന്നാ? അതിന് അത്ര ദുഃഖം ഉണ്ടോ? പത്മയുടെ അമ്മ എന്നാ അമ്മയോ അല്ലോ? കല്യാണിക്കുട്ടി അമ്മ. ആ, കല്യാണിക്കുട്ടി അമ്മ. കല്യാണിക്കുട്ടി അമ്മയുടെ കുറ്റം പറഞ്ഞു. കല്യാണിക്കുട്ടി അമ്മ എന്നാ ദൈവമാണോ? ദൈവമൊന്നുമല്ലോ, ഒരു മന്ത്രിയുടെ ഭാര്യ. എല്ലാവരും ഒരു മുഖ്യമന്ത്രിയുടെ ഭാര്യ എന്ന് മാത്രമേ ഉള്ളൂ. അതിന് പ്രത്യേകമൊന്നുമില്ല. അവർക്ക് എല്ലാവരും അംഗങ്ങളെല്ലാം എല്ലാവർക്കും ഉള്ള പോലെ മഞ്ഞുള്ളൂ. അവർക്ക് പ്രത്യേക ജീവനൊക്കെ ഒരുപോലെ, വേദന ഒരുപോലെ. അതിനിപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് അവളെ ആ പെണ്ണും തലേനെ പറ്റി ഭയങ്കര കുറ്റം പറഞ്ഞതെന്നാണ് പറഞ്ഞുകൊണ്ട് തുടങ്ങി. അത് ഇതിന് പിന്നെ പറഞ്ഞിട്ടില്ല. അതന്നെ കരുണാകരൻ ഒരാളെ കൊന്നെന്നൊക്കെ പറഞ്ഞില്ലേ, ചുട്ടുകൊന്നില്ലേ എന്നാ അതിൻ്റെ പേര്? അതിൻ്റെ തന്തേനെ അവരെ കാണിക്കാതെ എന്നാ അതിൻ്റെ പേര് ഞാൻ മറന്നു പോയി. രാജൻ. ആ, രാജൻ കൊലക്കകത്ത് ഉണ്ടായ കാര്യം, ഉണ്ടാകാത്ത കാര്യമൊന്നുമല്ല. അതിപ്പോൾ ഏത് പാർട്ടിയല്ല ഉണ്ടായ കാര്യം. ഉരുട്ടിക്കൊല്ലും, കൊന്നിട്ട് കത്തിച്ച് കളയും, തോളം വെച്ച് അതിൻ്റെ തന്തയ്ക്ക് കാണാൻ കൊല്ലും. ആ, അത് ഞാൻ കണ്ടുകൊണ്ടിരുന്നതാണ്. ഞാൻ അങ്ങനെയുള്ളതൊന്നും മറക്കൂല. അപ്പോൾ ഞാൻ പറയുന്നത് അതുണ്ടായ കാര്യമാണ്. ഇപ്പോൾ കല്യാണി അമ്മേനെ പറ്റി ഇത്ര ദുഃഖം പറയാൻ ആർക്കും അതിനുള്ള പവറുള്ളവരിപ്പം ഇല്ല, ആരുമില്ല. ഉണ്ടോ? ഇപ്പോൾ ബി ജെ പിക്കാരാണെങ്കിലും ചോറുണ്ടിരുന്ന ബി ജെ പിയിലെ പെരക്കാറ്റ് കയറി വെട്ടിക്കൊന്നു CPM-മാർ. ഇവിടെ അവരെയും കൊന്നു. ഈ ഉമ്മൻചാണ്ടിയെയും പിണറായി വിജയനെയും കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അവർ നമ്മളെ അന്ന് ശത്രു എന്നും ശത്രുവാണ്. അല്ല, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കാര്യത്തിൽ പ്രവർത്തിക്കണത് ഒത്തിരി നേരം അന്ന് തന്നെ ഉണ്ടായി. അല്ല, അങ്ങാര് ശവം കൊണ്ടുവരുമ്പോൾ ഓരോരുത്തരുടെ രംഗത്തടി ഒരു വിളിക്കും. എൻ്റെ ജീവിതത്തിൽ ആദ്യം കാണാതാണ്. അപ്പം എല്ലാവർക്കും കൊടുത്ത് സന്തോഷിപ്പിക്കാൻ ആരെക്കൊണ്ടും പറ്റിയല്ല. അവരിങ്ങാര് ചെയ്ത സന്തോഷം പറഞ്ഞ് രംഗത്തെടുത്ത് കരയണത് ഈ ഉമ്മൻചാണ്ടിയെ പറ്റി കരഞ്ഞോ പോലെ ഒരാളും പറഞ്ഞിട്ടില്ല. അപ്പം നമുക്ക് അതിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് അങ്ങനെ എന്ത് ഉപദ്രവം ഉപയോഗിച്ചിട്ടുണ്ട്. ആ കല്ലേറ് മാനിയുടെ കണക്ക് അന്നത്തെ 100 3-ാം നിലയിലൊക്കെ കോളേജ് പിള്ളേർക്ക് കല്ലും മണിയൊക്കെ എത്തിച്ചു കൊടുക്കാറുണ്ട് CPM-മാർ. വേറാരും എന്നിട്ട് പോലും ഉമ്മൻചാണ്ടി ആ പോലീസുകാരെ വിട്ട് ഉപദ്രവിച്ചില്ലല്ലോ. അപ്പം ദൈവത്തിൻ്റെ ഒരു പോക്കാരനാണ്, ദൈവത്തിൻ്റെ അല്ലേ? ദൈവം എല്ലാം അടി കൊള്ളുവാറ് എന്ന് പറഞ്ഞാണ്. അപ്പം ഉമ്മൻചാണ്ടി എല്ലാം മേടിക്കാം, ആരെന്ത് എത്തി പറഞ്ഞാലും ചിരിച്ചോണ്ട് പോകുള്ളൂ. അതിനുള്ള ഗുണങ്ങാർക്ക് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി ഒത്തിരി ഇറങ്ങിച്ചെന്ന് ജനങ്ങളോടൊപ്പം നിന്ന ഒരു കല്യാണ വീട്ടിൽ ഒരു കിലോ അരി പോലും മേടിക്കാൻ നിവൃത്തിയില്ല. ഉമ്മൻചാണ്ടിയുടെ വീട്ടിൽ ചെന്ന് കണ്ടു, കല്യാണത്തിന് പറ്റുന്നു ഒന്നുമില്ല. ചെന്നു വെള്ളിപ്പിന് പണി കാണണം. ഉമ്മൻചാണ്ടി അറിയാത്ത നിർത്തും. ചെല്ലുമ്പോൾ പന്തളുമില്ല, ഒന്നുമില്ല. കെട്ടിപ്പിടിച്ചാൽ തരുന്നു സകല സാധനം അവിടെ ചെന്നു കല്യാണം മങ്ങലായിട്ട് നടത്തി. അപ്പം ദൈവം അങ്ങനെയായിരുന്നു. ഭാവി മനസ്സിൽ ഞാൻ സ്വർഗത്തിലധികം സന്തോഷം. ആ ഭാവിയുടെ വീട്ടിലെ ഉമ്മൻചാണ്ടി ചെന്നു, ദൈവത്തിൻ്റെ വീട്ടിൽ ചെന്നില്ല. ഇല്ലാത്തവനെ പോഷിപ്പിച്ചില്ലേ? ദൈവത്തിൻ്റെ പണി അത് തന്നെയാണ്. അപ്പം ഉമ്മൻചാണ്ടീനെ അങ്ങനെ നമുക്ക് കൊള്ളിക്കാൻ പറ്റുമോ? രാഷ്ട്രീയം നോക്കണ്ട. പിണറായിനെ സുമുഖക്കുഴി പോകുമ്പോൾ ദാനിയേലിനെ സുമുഖക്കുഴി ഇട്ട് കൊടുത്തു. ബൈബിളിൽ അങ്ങനെയാണ് പറഞ്ഞത്. ഒറ്റിക്കൊടുത്ത് കൊണ്ടുപോയിട്ടു. ലാസ്റ്റ് കിടക്കുകയായിരുന്നു ദാനിയേലിൻ്റെ സുമുഖം. അത് കഴിഞ്ഞ് ഒറ്റിക്കൊടുത്തവരെ കൊണ്ടുപോയിട്ടപ്പോൾ ഞെരിച്ചു എന്നാ പറഞ്ഞ സുമുഖം. ഇരട്ടച്ചങ്കം എന്നൊക്കെയാണല്ലോ പറഞ്ഞു. ഇരട്ടച്ചങ്കം എല്ലായിടത്തും വെച്ച് കിടക്കും. കൊള്ളരുതായ്മ കൊണ്ട് പറ. ഇരട്ടച്ചങ്കം എന്ന് പറഞ്ഞാൽ കൊല്ലും കൊലയും നടത്തുന്ന കൊള്ളരുതായ്മ കൊണ്ട് ആൾക്കാർ പേരിട്ടേക്കണം. ചങ്കുള്ളവരുണ്ടോ? അപ്പം ഉണ്ടായിക്കില്ല. ഉണ്ടായിക്കൊണ്ടെങ്കിൽ ഇപ്പം ഇങ്ങനെ നടക്കില്ല. കുനി ഓന്ത് നടക്കുമ്പോണം ഓന്ത് നടക്കുമ്പോഴല്ലേ ഇറങ്ങും. മുതുകത്ത് ഇങ്ങനെ കുഞ്ഞു ഈ കട്ട് തിന്നാൽ അങ്ങനെയാണ് കിട്ടുള്ളൂ. ഈ കാട്ട് തീറ്റക്കാർക്കുള്ളതാണ്. അല്ലാതെ നല്ലവർക്ക് ഇപ്പം അങ്ങനെ കുഞ്ഞു ഇറങ്ങേണ്ട കാര്യമൊന്നുമില്ല. ഈ കുടുംബം മുഴുവൻ എങ്ങനെയാ എങ്ങനെ? മോളങ്ങനെ, അമ്മ അങ്ങനെ, ഭാര്യ അങ്ങനെ, മോനങ്ങനെ. അപ്പൊ ഒരു ഞണ്ട് അമ്മയോട് ചോദിച്ചു, കുഞ്ഞ് അമ്മ എങ്ങനെയാ അമ്മ ചെരിഞ്ഞ് കിടക്കണേ? എന്നാൽ മോനൊന്നും ഇറങ്ങിയാണ്. അപ്പം ആ കുഞ്ഞും ചെരിഞ്ഞെല്ലാം അടക്കണം, ഞണ്ട് ചെരിഞ്ഞെല്ലാം അടക്കണം എന്ന് പറഞ്ഞാണ് ആ പിണറായി ചോദിക്കുക മറ്റുള്ളവരോട്. ആ പിണറായിയുടെ വീട്ടിലൊക്കെ എത്തി പിണറായി എത്തിക്കുന്നില്ല. ഗോവിന്ദനാണ് ചൂട്ട് പിടിച്ചോണേ. ബാലിനാണ് എവിടെ എവിടെയെങ്കിലും പാഞ്ഞെത്തുക. നിലാവ് തെളിയും പോലെ ചില സമയത്ത് നിലാവ് കളിയും. പ്രത്യേക ഒരു പുഞ്ചരി നിലാവ്. അവന് പുഞ്ചരി നിലാവാണ്. അവനെ കൊണ്ടൊട്ട് കൊള്ളുമായിട്ട് അവൻ പാര വെക്കാനും നടക്കും. എവിടെ നിന്നാ പണം വന്ന പോലപ്പായ വന്ന് അതും മറക്കാൻ അവനാ നല്ലോണം അറിയാമായിരുന്നു. അവൻ പറഞ്ഞു കൊടുത്ത അമ്പലത്തേക്ക് എത്തിയെന്നാണ് പറഞ്ഞത്. അമ്പലത്തേൽ അതാ പാലൻ. അവരുടെ കൂട്ടത്തിലുള്ളവർക്കൊക്കെ നല്ല വാശമാണ്. കോൺഗ്രസ്സുകാർക്ക് ഇത് കണ്ടുകൊണ്ട് പറയാൻ മാത്രമല്ല, കോൺഗ്രസ്സിന് കഴിവില്ല. അവർക്ക് കർത്താനും കഴിവില്ല. ആ പെട്ടിയും വെച്ചോട്ട് തുറന്നു നോക്കുമ്പോൾ വെള്ളം ഉണ്ടോ? ഒന്നുമില്ല.
ആ പെട്ടിയെ പറ്റി എന്ത് കളി ഒരു കളിച്ചു. നമുക്ക് അടുത്ത എപ്പിസോഡിലായിട്ട് പെട്ടിയെ വിവാദം പറയാം. പ്രാവശ്യം എന്തായാലും ഉമ്മൻചാണ്ടി, പിണറായി വിജയൻ, കരുണാകരൻ, അതേപോലെ VS അച്യുതാനന്ദൻ ഇവരെക്കുറിച്ചെല്ലാം വളരെ വസ്തുനിഷ്ഠമായിട്ട് പഠിച്ച് കൃത്യമായിട്ടുള്ള ഒരു വിവരണങ്ങളാണ് നമ്മുടെ മറിയക്കുട്ടിയമ്മ പറഞ്ഞിട്ടുള്ളത്. അത് പൊതുസമൂഹത്തിൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ അത് തുറന്നു പറയുന്നു എന്നുള്ളതാണ് മറിയക്കുട്ടിയമ്മയുടെ വിശേഷത. നമസ്കാരം.